നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, മനുഷ്യ ജീവിതത്തിന് ഈശ്വര വിശ്വാസം ഒരാവശ്യമായ ഘടകമാണോ? ചിലർ പറയും അതെ എന്ന്, ചിലർ പറയും ആവശ്യമില്ല എന്ന്. ജീവിതത്തിന് ഈശ്വര ചിന്ത ആവശ്യമില്ല എന്ന് ശഠിക്കുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ആദ്യമായി നമുക്ക് മാനുഷിക തലത്തിലേക്കൊന്ന് ചിന്തിക്കാം. മാനുഷിക തലത്തിൽ വിശ്വാസം ആവശ്യമാണോ അല്ലയോ? ഉദാഹരണത്തിന്, ഒരു ഭർത്താവ് ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ മടങ്ങി വരുമ്പോൾ അവൻ്റെ ഭാര്യ ഒരു ഗ്ലാസ് ചായ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് നൽകുന്നു. അവനത് സ്വീകരിക്കുന്നു. അത് ആ ഭാര്യയെ വിശ്വസിച്ചാണ് അപ്രകാരം അത് ചെയ്യുന്നത്. അവന് വേണേൽ ചിന്തിക്കാം, ഇതിലെന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല എന്നുള്ള മാനുഷിക തല വിശ്വാസം. ജോലി കഴിഞ്ഞ് തിരികെ എത്തുന്ന ഒരു മകന് അമ്മ ഭക്ഷണം വിളമ്പുന്നു. അവനത് സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു. കാരണം അമ്മയിലുള്ള മാനുഷിക തല വിശ്വാസമാണത്. നാം ഒക്കെ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കുന്നു. വാസ്തവത്തിൽ ആ ഡോക്ടറെ വിശ്വസിച്ചാണ് അപ്രകാരം നാം ചെയ്യുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ വിമാനയാത്ര നടത്തുന്നു. അവൻ എന്ത് വിശ്വസിച്ചാണ് വിമാനത്തിൽ കയറുന്നത്? ആ പൈലറ്റിനെ വിശ്വസിച്ച്. ആ പൈലറ്റ് എന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകില്ല, സുരക്ഷിത സ്ഥലത്തെത്തിക്കുമെന്നുള്ള ഒരു മാനുഷികതല വിശ്വാസം. എങ്കിൽ കുടുംബജീവിതത്തിനും വ്യക്തിബന്ധത്തിനും പരസ്പരമുള്ള മാനുഷികതല വിശ്വാസം, പരസ്പര വിശ്വാസം വളരെയേറെ ആവശ്യമാണ്. എങ്കിൽ ആത്മീയ ജീവിതത്തിലും ഒരു ദൈവവിശ്വാസം വളരെയേറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് വിശ്വാസമെന്ന് പറയുന്നത്? ഹെബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ അതിപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും നാം വിശ്വാസം മൂലം അറിയുന്നു എന്ന്. എനിക്ക് ഈശ്വരവിശ്വാസം വേണ്ട, അതെനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരോട് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനം. ദൈവം തങ്ങൾക്ക് അധീനനാണ് എന്ന് കരുതി ദൈവത്തെ പ്രകോപിപ്പിക്കുന്നവരോട് അവർ സുരക്ഷിതരാണോ അല്ലയോ? വീണ്ടും വചനം പറയുകയാണ്, വന്യമൃഗങ്ങളോട് ചോദിക്കൂ, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശത്തിലെ പറവകളോട് ചോദിക്കൂ, അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കൂ, അവ നിങ്ങൾക്ക് ഉപദേശം നൽകും. ആഴിയിലെ മത്സ്യങ്ങളോട് ചോദിക്കൂ, അവ നിങ്ങളോട് പ്രഖ്യാപിക്കും. കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയൊക്കെ സൃഷ്ടിച്ചതെന്ന് ഇവയിൽ ഏതിനാണ് അറിവില്ലാത്തത്? അതേ പ്രിയപ്പെട്ടവരെ, ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അറിയാം കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയെല്ലാം സൃഷ്ടിച്ചതെന്ന്. എന്നാൽ മനുഷ്യന് അത് സംശയമാണ്. ദൈവത്തെ അംഗീകരിക്കുവാൻ അവന് ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ അവന് പ്രയാസമാണ്. വിശ്വാസത്തിൻ്റെ തുടക്കം ബുദ്ധിയിലാണ് ആരംഭിക്കുന്നത്. റോമ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതെ, ബൗദ്ധിക തലത്തിലാണ് ആദ്യമായിട്ട് വിശ്വാസം ആരംഭിക്കുന്നത്. എന്നാൽ മാനുഷിക ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചാൽ, ആ വിശ്വാസം ഒതുങ്ങി നിന്നാൽ ആ വിശ്വാസം വളരുകയില്ല. കാരണം ബൗദ്ധികതല ജ്ഞാനവും അത് യുക്തിയിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. അത് സംശയത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. 1 കൊറിന്തോസ് 1:22 ഇപ്രകാരം നാം വായിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നു. എന്നാൽ യഹൂദർ കിടർച്ചയും വിജാതിയർക്ക് പോഷത്വമായ ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ബുദ്ധിയിൽ മാത്രം
വിശ്വാസം ഒതുക്കുന്നവരെ കുറിച്ച് ഈശോ തന്നെ ഇപ്രകാരം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയം ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ബുദ്ധിയിൽ വിശ്വാസത്തെ ഒതുക്കി നിർത്തിയാൽ അതിന് വലിയ ഒരു അപകടമുണ്ടാകും. എഫേസ്യസ് 4:17 നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്, എടുത്തു പറയുകയാണ്, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവിക ജീവനിൽ നിന്നും അകറ്റപ്പെടുന്നു. മാനുഷിക വിജ്ഞാനത്തിൽ മാത്രം വിശ്വാസത്തെ ബൗദ്ധിക തലമായിട്ട് മാത്രം ഒതുക്കി നിർത്തരുതേ എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു വ്യക്തിയുടെ ബൗദ്ധിക തലത്തിലുള്ള അറിവ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവനെ നയിക്കുമെന്ന് നിർബന്ധമില്ല. വീണ്ടും റോമ 12:16 നമ്മൾ വായിക്കുന്നു: ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ ഭാവിക്കരുത്. ബൗദ്ധികതല വിജ്ഞാനത്തിൽ അഹങ്കാരം മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവിന് ഒരു തടസ്സമായി നിൽക്കും. ദൈവത്തെ അംഗീകരിക്കുവാൻ ആ ബൗദ്ധികതല ജ്ഞാനം അവനെ സമ്മതിക്കുകയുമില്ല. ലൂക്ക 8:25 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈശോ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പോൾ വിശ്വാസം 2 തലത്തിലുണ്ട്. ഒന്ന് ബുദ്ധിപരമായ ബൗദ്ധിക തലത്തിൽ, 2 ഹൃദയതല വിശ്വാസം, ഹൃദയത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹൃദയതല വിശ്വാസമാണ്. എഫേസ്യസ് 3:17 നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും. പ്രിയപ്പെട്ടവരെ, അത് ബുദ്ധിയിലല്ല വസിക്കേണ്ടത്. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബൗദ്ധിക തലത്തിലുള്ള ഒരു വിശ്വാസമല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഹൃദയതല വിശ്വാസമാണ്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ബുദ്ധിയിൽ പൂജിക്കാനായിട്ടല്ല, ഹൃദയത്തിൽ പൂജിക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ബുദ്ധിയിലോ അതോ ഹൃദയത്തിലോ? അതുകൊണ്ടാണ് ലൂക്ക 18:8 നാം വായിക്കുന്നു: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അത് ബൗദ്ധിക തലത്തിലുള്ള വിശ്വാസമല്ല, ഹൃദയതല വിശ്വാസമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പ്രകാരം ചോദിച്ചത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശിഷ്യന്മാർ ഈശോയോട് യാചിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ തലത്തിലുള്ള ജ്ഞാനം ഹൃദയതലത്തിലേക്ക് വളർത്തണമേ, ഹൃദയതലത്തിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ, ഇതാണ് യാചിച്ചത്. അതുകൊണ്ടാണ് 2 പത്രോസ് 1:5 ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്: നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ യത്നിക്കുവിൻ. വിശ്വാസം ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് വളരണം, എങ്കിൽ മാത്രമേ വിശ്വാസം പൂർണ്ണമാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതം എന്ന് പറയുന്ന പ്രവൃത്തിയാണ്, വിശ്വാസവും പ്രവൃത്തിയുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. വിശ്വാസമുണ്ടെന്ന് പറയുകയും അത് പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്നത് വ്യാജമാണ്. അതുകൊണ്ടാണ് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ് എന്ന് യാക്കോബ് ശ്ലീഹ എടുത്തു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം അത് ബുദ്ധിയിൽ മാത്രം ഒതുക്കാതെ അത് ഹൃദയത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ഭക്തി കൊണ്ടും വളർത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ
ഈ അന്തോണീസിൻ്റെ നാമത്തിലുള്ള മാന്ത്രയിലെ ധ്യാന സെൻറ്ററിലും അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രത്തിലുമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ധാരാളം ആൾക്കാർ ദീപബലിക്കായി വരും. വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളൊക്കെ ആയിട്ട് വരും. അവരൊക്കെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഭവനത്തിൽ നിന്നും കുർബാന പുസ്തകവുമായിട്ടാണ് വരുന്നത്. പല പ്രാവശ്യം ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. മറ്റു ദേവാലയങ്ങളിൽ നിന്നും വിഭിന്നമായി സ്വഭവനങ്ങളിൽ നിന്നും കുർബാന പുസ്തകവുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ദൈവമക്കൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും അത് അവരെ നിറയ്ക്കുകയാണ്. ചെറിയൊരു പ്രവൃത്തിയാണ്, പക്ഷേ അത് ഭൗതികതല വിജ്ഞാനം അല്ലെങ്കിൽ അറിവ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ഹൃദയത്തിലേക്ക് നിറയുകയാണ് ചെയ്യുന്നത്. അവർ ദേവാലയത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു. ദേവാലയത്തിൽ വന്ന് കുർബാന പുസ്തകമൊക്കെ കൈകളിലെടുത്ത് അവർ ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലി ബലിയിൽ പങ്കെടുക്കുന്നു. ഇത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും വിശ്വാസത്തെ ഭക്തി കൊണ്ടും നിറയ്ക്കുകയാണ്. അപ്പോഴാണ് ബൗദ്ധികതല വിശ്വാസം ഹൃദയത്തിലേക്ക് വളരുന്നത്, ഹൃദയത്തിൽ നിറയുന്നത്. അതുകൊണ്ടാണ് ലൂക്ക 18:8 ഈശോ ചോദിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അത് ഭൗതികതലത്തിലുള്ള വിശ്വാസമുള്ളവരെ അല്ല ഈശോ ആഗ്രഹിക്കുന്നത്, പിന്നെയോ ഹൃദയതല വിശ്വാസമാണ്. യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഫലം.